ഗുഡ് മോർണിംഗ് ജയസൂര്യൻ സാർ. രണ്ടാം ഗുഡ് പിണറായി മോർണിംഗ്. സർക്കാർ അദ്ദേഹത്തിൻ്റെ 4-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കേരള യാത്ര നടത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും നാളുള്ള ഈ ഒരു ഭരണത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? പിണറായി സർക്കാരിന്റെ ഭരണം 9ാമത്തെ വർഷം കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ഒരു വർഷം കൂടിയാണ് ബാക്കിയുള്ളത്. വളരെ വ്യക്തമായ കണക്കുകൾ ഇത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 2024 റിസർവ് ബാങ്കിന്റെ കണക്ക് പറയുന്നു കേരളത്തിന്റെ വളർച്ചാ നിരക്ക് 3.5% താഴെ മാത്രമാണ്. എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടിന്റെ വളർച്ചാ നിരക്ക് 5.5%, ഗുജറാത്തിന്റെ വളർച്ചാ നിരക്ക് 6.5%വുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് കേരളത്തിലാണ്. നമുക്കറിയാം, പിണറായി വിജയൻ വരുമ്പോൾ, ആദ്യമായി അദ്ദേഹം ഭരണത്തിലേക്ക് വരുമ്പോൾ 1.5 ലക്ഷം കോടി രൂപയായിരുന്നു കേരളത്തിന്റെ കടം. ഇപ്പോൾ ആ കടം 6 ലക്ഷം കോടി രൂപയിൽ അധികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിസർവ് ബാങ്ക് കണക്കുകൾ കൃത്യമായി പറയുന്നത്. കേരളത്തിന്റെ പണപ്പെരുപ്പത്തിന്റെ തോത് നോക്കുമ്പോൾ അത് 7% പണപ്പെരുപ്പമാണ് കേരളം അനുഭവിക്കുന്നത്. എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ പണപ്പെരുപ്പം കേവലം 3% മാത്രമേ ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കേരളത്തില് ഈ തരത്തിലുള്ള ഒരു അവസ്ഥ വരുന്നത്? 2024 ലേബർ സർവേ പ്രകാരം പറയുന്നത് 30% തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഭാരതത്തിൽ മൊത്തമായി തൊഴിലില്ലായ്മ 10% കുറയുകയാണ് ഉണ്ടായത് എന്നോർക്കണം. ആ സമയത്ത് കേരളത്തിൽ തൊഴിലില്ലായ്മ 10% ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ എല്ലാം ഫലമായി 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് അതിന്റെ 1/3 ഒരു കോടി ജനങ്ങൾ കേരളം വിട്ടുപോയി. വിദ്യാഭ്യാസത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി അവര് കേരളം വിട്ടുപോയി. ആകെ ജനസംഖ്യയുടെ 1/3 സംസ്ഥാനം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ കേരളത്തിന് പല പ്രത്യേക സാഹചര്യങ്ങൾ, വേറെ ചില ഗുണങ്ങളുണ്ട്. ലോകത്ത് നോക്കുകൂലിയുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. വേറെ ലോകത്തൊരിടത്തും ഈ നോക്കുകൂലിയില്ല. പക്ഷെ ഇവിടെ നോക്കുകൂലിയുണ്ട്. ഇവിടെ പുതിയ ഒരു ടാക്സും കൂടെ ഉണ്ട്. GST പോലെ VST, വീണ സർവീസ് ടാക്സ്. ആ വീണ സർവീസ് ടാക്സ് അടയ്ക്കുന്നവർക്ക് മാത്രമേ കേരളത്തിൽ എന്തെങ്കിലും ബിസിനസ്സും വ്യവസായവും നടത്താൻ സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥ ഇന്ന് കേരളം അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയന്റെ മന്ത്രിസഭ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് നടത്തിയ അഴിമതികൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ അഴിമതി, AI ക്യാമറ അഴിമതി, ഫോൺ അഴിമതി, PPE കിറ്റ് കൊടുത്തപ്പോൾ ഉണ്ടാക്കിയ അഴിമതി, സ്പ്രിംഗ്ലർ ഡാറ്റ അഴിമതി, കരുവന്നൂർ ബാങ്ക് അടക്കം സഹകരണ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്ക് തന്നെ 396 സഹകരണ ബാങ്കുകൾ അഴിമതി മൂലം പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതൊക്കെ കണക്കുകളും വസ്തുതകളും വെച്ച് നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യം. സർക്കാരിന്റെ ശമ്പളം മുടങ്ങുന്നു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് 16 മാസമായി, 1.5 കൊല്ലമായി ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട്. ഇപ്പൊ CPO, പോലീസ് കോൺസ്റ്റബിൾ ആകാൻ വേണ്ടി പോലും പുരുഷന്മാരുടെ സമരം, അത് കഴിഞ്ഞപ്പോ വനിതകളുടെ സമരം, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളിങ്ങനെ പറയുമ്പോ പിണറായി വിജയന് നേട്ടങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നതും ശരിയല്ല. നേട്ടങ്ങളുണ്ട്. മയക്കുമരുന്നിന്റെ വിതരണ കാര്യത്തിൽ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ലോകത്തെ ഏത് അത്യന്താധുനിക മയക്കുമരുന്നുകളും ലഭ്യമാക്കുന്നതിൽ സർക്കാർ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്പർ 1 കേരളം എന്ന് പറയുമല്ലോ, ആരോഗ്യരംഗത്തൊക്കെ നമ്പർ 1 ആണെന്ന് പറയും. അതുപോലെ സ്ത്രീപീഡന കേസുകളിലും കേരളം നമ്പർ 1 ആണ്. 1600 കേസാണ് ഒരു വർഷം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 3000 വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. ഇത് അഖിലേന്ത്യാ തലത്തിലുള്ള വലിയ റെക്കോർഡാണ്. അപ്പോ ഈ തരത്തിലുള്ള മുന്നേറ്റമാണ് പിണറായി വിജയന്റെ ഭരണകാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ്, ആ പദ്ധതി കേരളത്തിൽ അനുവദിച്ചിട്ടില്ല. അത് കേന്ദ്ര പദ്ധതിയാണ്, ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ PM ശ്രീ സ്കൂളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതി അനുവദിച്ചിട്ടില്ല. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ പദ്ധതി 2.5 കൊല്ലം തടഞ്ഞു വെച്ചു. ഇതിന്റെ എല്ലാം ഫലമായിട്ട് ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട വിഹിതമാണ് നഷ്ടപ്പെട്ടത്. അതോടൊപ്പം ഈ 5 വർഷത്തിനിടെ 1100-ൽ പരം പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ക്ഷേമ പെൻഷൻ
കാര്യത്തിൽ 16 മാസത്തെ കുടിശ്ശിക ഞാൻ പറഞ്ഞല്ലോ. 30,000 കോടി രൂപയുടെ ബാധ്യതയാണ് ആ കാര്യത്തിൽ മാത്രം ഉള്ളത്, ക്ഷേമ പെൻഷൻ. ഇനിയിപ്പോ ക്ഷേമ പെൻഷൻ കൊടുക്കണമെങ്കിൽ തന്നെ ഈ 30,000 കോടിയുടെ ബാധ്യത തീർത്തിട്ട് വേണം അതിലേക്ക് വരാൻ. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. ഈ ഒരു അവസ്ഥ സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ എന്ത് വിജയമാണ് പിണറായി വിജയന് പ്രചരിപ്പിക്കാനുള്ളത് ഈ യാത്രയിലൂടെ? ഇതാണ് ഇന്ന് കേരളം ചോദിക്കുന്ന ചോദ്യം. അദ്ദേഹം ഇത്രയും നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടും ഇപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിന് കുറ്റം പറയുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന വേളയിൽ അദ്ദേഹം കേന്ദ്രത്തിനെതിരെ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കേരളത്തിന് അതിജീവനത്തിനായുള്ള സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൂടാതെ പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും കൊണ്ട് വലഞ്ഞപ്പോൾ കേന്ദ്രം സഹായിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സഹായിക്കാൻ തയ്യാറായവരെ തടയുന്ന നിലയാണ് ഉണ്ടായതുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സാറിന് എന്താ തോന്നുന്നത് ഇത് കേട്ടിട്ട്? ഇതില് ഒരൊറ്റ ഉദാഹരണം കൊണ്ട് ഞാനിതിന് മറുപടി പറയും. ഇതിന്റെ വിശദമായ കണക്കുകൾ എന്റെ വശമുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ സമയം ഒത്തിരി എടുക്കും. ഇപ്പോൾ വയനാട് ദുരന്തം, ഏറ്റവും അവസാനം പ്രകൃതി ദുരന്തം, അവിടെ ജീവൻ നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരുമായിട്ടുള്ളവരുടെ സംഖ്യ സർക്കാരിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും സർക്കാരിന്റെ കയ്യിലില്ല. എങ്കിലും മാധ്യമങ്ങളുടെ കയ്യിലുള്ള കണക്ക് വെച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങൾ 740 കോടി രൂപ പിരിച്ചെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അടച്ചിട്ടുണ്ട്. ഇതിൽ കേന്ദ്രം കൊടുത്ത പൈസയല്ല, കേരളത്തിലെ ജനങ്ങൾ പിരിച്ചു കൊടുത്ത 740 കോടി രൂപ ഉണ്ട്, സ്വന്തം കയ്യിലുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇന്ന് വരെ ഒരു കൂര വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 740 കോടി രൂപ കയ്യിലിരിക്കുമ്പോൾ പിണറായി വിജയൻ ഒരു വീടും വെക്കണ്ട, വീട് നഷ്ടപ്പെട്ടവർക്ക് 2 കോടി രൂപ വെച്ചങ്ങ് കൊടുത്താൽ മതി. അതിനേക്കാൾ 2-2.5 കോടിയോ കൊടുക്കാൻ മാത്രം കയ്യിൽ പണമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഒരാൾക്ക് പോലും ഒരു വീട് പോലും വെച്ച് കൊടുത്തിട്ടില്ല. 740 കോടി രൂപ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. സ്കൂളിലും കോളേജിലും ഫീസ് അടയ്ക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുകയാണ്. എന്തുകൊണ്ടാണ് 740 കോടിയിൽ നിന്ന് സ്കൂൾ ഫീസും കോളേജ് ഫീസും കൊടുക്കാത്തത്? അതുപോലെ മരിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ മരിച്ചവരുടെ ആശ്രിതർക്ക് പണം കൊടുക്കാം. 740 കോടി രൂപ കയ്യിലുണ്ട്, എന്താ കൊടുക്കാത്തത്? അപ്പോൾ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. 740 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾ പിരിച്ചു കൊടുത്തത് അത് വക മാറ്റി പുട്ടടിച്ചത് കൊണ്ടല്ലേ ഇപ്പോ ഒരാൾക്ക് ഒരു കൂര പോലും വെച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നത്. അപ്പൊ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 1,65,000 കോടി രൂപയാണ് കേരളത്തിലെ റോഡ് ഹൈവേ വികസനത്തിന് വേണ്ടി കേന്ദ്രം മുടക്കിയത്. നാളിതുവരെയുള്ള കേന്ദ്രത്തിന്റെയോ കേരളത്തിന്റെയോ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കേന്ദ്ര സഹായം ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ല. ദുരന്ത ബാധിത പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വാക്സിൻ വിതരണത്തിലും പകർച്ചവ്യാധികളുടെ കാര്യത്തിലുമെല്ലാം പിണറായി വിജയൻ ചെലവാക്കിയ തുക എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊരൊറ്റ ചോദ്യം മതി ഈ പണം മുഴുവൻ കേന്ദ്രം തന്നതാണ് എന്ന് തെളിയാൻ. എന്നിട്ടും കേന്ദ്രവിരുദ്ധമായിട്ടുള്ള ഈ ഒരു ആരോപണം അദ്ദേഹം ഉയർത്തുന്നതിന്റെ കാര്യം, വന്ന പണം മുഴുവൻ മോഷ്ടിച്ച് മകളുടെ മറ്റുള്ളവരുടെ പേരിലാക്കി വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു കഴിഞ്ഞു. അങ്ങനെ സംസ്ഥാനത്തെ കൊള്ളയടിച്ചു കഴിഞ്ഞു. ഇപ്പോഴും കൊള്ള തുടരുകയാണ്. കെ.വി. തോമസിന് മാസം കൊടുക്കാൻ 11 ലക്ഷം രൂപ ഉണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. നമ്മുടെ 10 ഇരട്ടി ജനസംഖ്യയുണ്ട്. 10 ഇരട്ടി ജനസംഖ്യയാണ് ഡൽഹിയിലുള്ളത്, ഉത്തർപ്രദേശിലുള്ളത്. ഉത്തർപ്രദേശിലെ PSC മെമ്പർമാർ 6 പേരേ ഉള്ളൂ, ഇവിടെ 21 പേരാണ്. കേരളത്തിലെ PSC മെമ്പർമാരുടെ ശമ്പളം പ്രധാനമന്ത്രിയേക്കാൾ കൂടുതലാണ്. അതിലൊക്കെ പണമുണ്ടല്ലോ. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന പിണറായിക്ക് 100 കോടി രൂപ മുടക്കി, ഖജനാവിൽ നിന്ന് 100 കോടി മുടക്കി, പുറമേ നിന്ന് 400 കോടിയും കൂടെ മുടക്കി 500 കോടി രൂപയുടെ ആഘോഷയാത്ര നടത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ പണമുണ്ടല്ലോ. പിന്നെ എന്താണ് കേന്ദ്രത്തെ കുറ്റം പറയുന്നത് എന്ന് ജനങ്ങൾ ചോദിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.